So welcome back to Onroad. Onroad's മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡാണ്. നമ്മുടെ ഓൺറോഡ് ബോഡി ഷോപ്പാണ് ഇത്. നമ്മുടെ ഫ്ലോറിലുള്ള കുറച്ച് സ്പെഷ്യൽ വെഹിക്കിൾസ് ഉണ്ട്. ആ വെഹിക്കിൾസിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഓരോ കാറും അതിൻ്റെ ഡീറ്റെയിൽസും കാണിക്കുന്നില്ല. നമുക്ക് ഒരുപാട് വെഹിക്കിൾസ് ഇപ്പം വർക്ക് നടന്നുകൊണ്ടൊക്കെയുണ്ട്. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെഹിക്കിൾസ്, നമ്മുടെ കുറച്ച് കൺവേർഷൻ നടക്കുന്ന വെഹിക്കിൾസ് ഉണ്ട്. സോ ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഒരു ബ്രാൻഡ് ന്യൂ GLS നമ്മൾ കൺവേർഷന് വേണ്ടി വന്നിട്ടുണ്ട്. ഓൺലി 200 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ നമ്മൾ AMG കിറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു AMG ഗ്രില്ല്, ഇവിടെ AMGൻ്റെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ബമ്പേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട്, ലോവർ ഗ്രില്ല് മാറിയിട്ടുണ്ട്, അലോയ് വീൽസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വെഹിക്കിൾ ബ്ലാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്, കാലിപ്പർ റെഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വെഹിക്കിളിൻ്റെ വീഡിയോ നമ്മൾ കമ്മിങ് സൂൺ നമ്മുടെ ഓൺറോഡിൻ്റെ ചാനലിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലോറിൽ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്, റീസ്റ്റോറേഷൻ വർക്ക് നടക്കുന്നുണ്ട്, ഓൾട്രേഷൻ സിവിക്കിൻ്റെ ഒരു ഓൾട്രേഷൻ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സ്പെഷ്യൽ വെഹിക്കിൾസ് ഉള്ളിലുണ്ട്. അതായത് ലാൻഡ് ക്രൂസറിൻ്റെ ഒരു 4 മോഡൽസ് ഉണ്ട്. അതായത് LC 200 2008 പെട്രോൾ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫേസ് ലിഫ്റ്റഡ് ലാൻഡ് ക്രൂസേഴ്സ് തന്നെ 300 ഉണ്ട്, 2020 ഫേസ് ലിഫ്റ്റഡ് ഉണ്ട്. ഒരുപാട് ഈ ഒരു ഫ്ലോറിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഓൺറോഡിൻ്റെ വർക്കിംഗ് വീഡിയോസിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്ലോറിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. അതായത് ലാൻഡ് ക്രൂസേഴ്സിൻ്റെ പല വേർഷൻസ് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. ആദ്യമായിട്ട് ഈ ഒരു വെഹിക്കിൾ നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അതായത് 2020 ഫേസ് ലിഫ്റ്റഡ് ആയിരുന്നു ഈ ഒരു വെഹിക്കിൾ. ഈ ഒരു കസ്റ്റമർ കൊച്ചിയിൽ നിന്നാണ്. കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റമർക്ക് ഈ ഒരു വെഹിക്കിൾ സ്റ്റോക്കിൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോക്ക് ഫിനിഷിലേക്ക് 2008 മോഡലാണ്, V8 പെട്രോൾ വണ്ടിയാണ് ഈ ഒരു വെഹിക്കിൾ. സോ നമ്മൾ ഗ്രില്ലും ബോണറ്റും നോർമൽ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ വീണ്ടും റിവേഴ്സ് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വെഹിക്കിൾ. അതുപോലെ തന്നെ നമ്മൾ ഫുൾ ബോഡി പെയിന്റിംഗ് ചെയ്തിട്ടുണ്ട്. അലോയ് വീൽസും കൂടി സ്റ്റോക്ക് ആക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വർക്ക് കൂടി പെൻഡിങ് ഉണ്ട് ഈ ഒരു വെഹിക്കിളിൽ. സോ ഇന്റീരിയറിൽ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെഹിക്കിൾ വരികയാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന ഒരു വെഹിക്കിളാണ്. ഓൺലി 37,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വെഹിക്കിൾ ഓടിയിട്ടുള്ളത്. 2014 വെഹിക്കിളാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ നമ്മൾ 200ലേക്ക് കൺവേർട്ട് ചെയ്തു കഴിഞ്ഞു. ഫുൾ ബോഡി പെയിന്റിങ് കഴിഞ്ഞു, അതിൻ്റെ കട്ടിങ് പോളിഷിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു മോഡലിസ്റ്റ സ്കേർട്ടിങ് വരാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫിനിഷിംഗ് വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. അപ്പം നോർമലി നമ്മൾ എല്ലാ LCൻ്റെ കൺവേർഷൻ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ ചേഞ്ചസ് ബോണറ്റ് വരുന്നുണ്ട്, ഗ്രില്ല്, ഹെഡ് ലാംപ്സ്, ഫെൻഡേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിളും ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ സൈഡിൽ റിയർ ഡോർ വരുന്നുണ്ട്, ബമ്പേഴ്സ് വരുന്നുണ്ട്, ടെയിൽ ലാംപ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. സോ നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ LCൻ്റെ ഫസ്റ്റ് ജനറേഷൻ്റെ ചേഞ്ചസ് ആണ്. ആദ്യമായിട്ട് ഈ ഒരു വെഹിക്കിൾ 2008 മോഡൽ V8 പെട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മോഡൽ 2016 മുതൽ വന്നിട്ടുള്ള 2021 വരെ ഇന്ത്യയിൽ 2020 വരെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള LC 200 ഫേസ് ലിഫ്റ്റഡ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇനി LC 300 ഇന്ത്യയിലേക്ക് വരാനുള്ള LC 300 ആണ് ഈ കിടക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ LC 300 ഫേസ് ലിഫ്റ്റ് ചെയ്തത് ഓൺറോഡ് ആയിരുന്നു. അപ്പോൾ ഇത് വീണ്ടും ലാൻഡ് ക്രൂസർ 300ൻ്റെ ഓൺറോഡിൻ്റെ മൂന്നാമത്തെ ഫേസ് ലിഫ്റ്റ് പ്രൊജക്റ്റാണ് LC 300ൻ്റെ. LC 200 നമ്മൾ ഓൾമോസ്റ്റ് 18 വെഹിക്കിൾസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു കർണാടക കസ്റ്റമറാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബോണറ്റ്, ഗ്രില്ല്, LC 300ൻ്റെ ലൈറ്റ്സ്, ബമ്പേഴ്സ്, ഫെൻഡേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ LC 300 ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, സൈഡ് ബോഡി ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. സോ ആ ഒരു കാര്യങ്ങൾ ഈ ഒരു വെഹിക്കിൾ ചെയ്തിട്ടുണ്ട്. ഇതിന് അലോയ് വീൽസ് കുറച്ചുകൂടി LC 200ൻ്റെ ഇതിൻ്റെ ബിഫോർ വീഡിയോയിൽ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വരും. ആ ഒരു വീഡിയോയിലുള്ള വീലാണ് ഇപ്പോൾ ഈ ഒരു വെഹിക്കിളിനുള്ളത്. ഇത് മാറിയിട്ട് കംപ്ലീറ്റ് ടയോട്ടൻ്റെ ഒരു അലോയ് വീൽസ് പ്ലസ് ടയർ ഈ ഒരു വെഹിക്കിളിന് വരാനുണ്ട്. പ്ലസ് ഇന്റീരിയറിൽ കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ലാൻഡ് ക്രൂസർ നമ്മൾ ആ ഒരു ട്രാൻഡ്രം വെഹിക്കിൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീണ്ടും ഒരു LC 2013 ഐ തിങ്ക് 2012 or 13 വെഹിക്കിൾ വീണ്ടും 2020 കൺവേർഷൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സ്കേർട്ടിങ്, മോഡലിസ്റ്റ സ്കേർട്ടിങ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രില്ല് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഈ ഒരു സ്കേർട്ടിങ് ആ ഒരു വെഹിക്കിളും കൂടി വരും. അപ്പോൾ അതിൻ്റെ ഫൈനൽ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വാക്ക് ത്രൂ നമ്മുടെ ഷോറൂമിൻ്റെ ഫ്ലോറിലൂടെ ഒരു വാക്ക് ത്രൂ ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഹോണ്ട ജാസ് ഇവിടെ നടക്കുന്നുണ്ട്, ആക്സിഡന്റ് ക്ലെയിം വർക്ക് നടക്കുന്നുണ്ട്. ഈ ഒരു വർക്ക് മാത്രമല്ല കേട്ടോ, ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. ആക്സിഡന്റ് വർക്ക്, ഒരുപാട് ഇൻഷുറൻസ് ക്ലെയിം വർക്കുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. നമുക്ക് 5 പെയിന്റ് ബൂത്ത് വരുന്നുണ്ട്. ഈ ഫ്ലോറിന്റെ ബാക്കിൽ മറ്റൊരു ഫ്ലോർ ഉണ്ട്, നമ്മുടെ പുട്ടി വർക്ക്സ്, ഡെന്റിങ് വർക്ക്സ് ഒക്കെ നടക്കുന്ന മറ്റൊരു ഫ്ലോർ ഉണ്ട്. അവിടെ ഒരുപാട് വെഹിക്കിൾസ് നടക്കുന്നുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ചെയ്തിട്ടാണ് ഈ ഒരു എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജാഗോറിൻ്റെ XFR ആണ് ഈ ഒരു വെഹിക്കിൾ. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓരോന്നിലും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് വീഡിയോസ് ഓരോന്നായിട്ട് വരും. XFR സൂപ്പർ ചാർജ്ഡ് 5 ലിറ്റർ പെട്രോൾ വണ്ടിയാണ്.
കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു സ്പെഷ്യൽ കളറിലേക്കാണ് ഈ ഒരു വെഹിക്കിൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇതും വന്നിട്ട് കൊച്ചിയിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും വർക്കാണ് ഈ ഒരു ഫ്ലോറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഒരു ലെജൻഡർ കൺവേർഷൻ ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ ഒരു ലിഫ്റ്റിൽ അതിന് ലെജൻഡറിൻ്റെ കൺവേർഷൻ നടക്കുന്നുണ്ട്. ഫോർച്യൂണർ ടൈപ്പ് 3 ലെജൻഡറിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ബമ്പേഴ്സ് അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ലെജൻഡറിന് ഒരു സ്കേർട്ടിങ്സ് വരുന്നുണ്ട്. ആ ഒരു സ്കേർട്ടിങ്സ് കൂടി മാറിയിട്ടായിട്ടും ഈ ഒരു വെഹിക്കിൾ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ എറ്റിയോസ് ആക്സിഡൻറ്റ് റിക്കവറി, ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ക്ലെയിം വർക്കാണ്. സോ സ്പെഷ്യലായിട്ട് ആക്സിഡൻറ്റിൻ്റെ, അതായത് ഇൻഷുറൻസ് ആക്സിഡൻറ്റ് ക്ലെയിം വർക്കിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ഒന്ന് ചെയ്യാം. അപ്പോൾ ഇത്രയാണ്. ഫ്ലോറിൽ ഒരുപാട് തിരക്കുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ടീ ബ്രേക്കിൽ നമ്മുടെ സ്റ്റാഫിനെയും കാര്യങ്ങളൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. സോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ജസ്റ്റ് നമ്മുടെ ലാൻഡ് ക്രൂസേഴ്സിൻ്റെ ഒരു 3 ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല, 3 ഫേസ് ലിഫ്റ്റഡ് വേർഷൻ, അതായത് 3 ജനറേഷൻ്റെ ഫേസ് ലിഫ്റ്റഡ് വേർഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതൊന്ന് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കാമെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സോ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ പുതിയ വാഹനങ്ങളുമായിട്ട് കാണുന്നത് വരെ ദിസ് ഈസ് ഷാഹിദ് റിസ സൈനിങ് ഓഫ്.